പായസത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ശർക്കര കഞ്ഞിയുടെ ഉള്ളിലിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ പൊക്കത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നമസ്കാരം ഫ്രണ്ട്സ്, ഇന്ത്യൻ ഫെലോ ട്രാവലറിൻ്റെ അമ്മാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ 5 ദിവസമായിട്ട് ഞങ്ങൾ ഫുഡ് ബ്ലോഗ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് യൂട്യൂബിൽ. കാരണം എന്ന് വെച്ചാൽ ഞാൻ മംഗലാപുരത്തായിരുന്നു. അവിടെ ചെന്നിട്ട് അവിടെ കുറച്ച് വെഡ്ഡിങ് വർക്കുകൾ ഉണ്ടായിരുന്നു. അതിനുശേഷം അവിടെ ഫുഡ് ബ്ലോഗ് ചെയ്യാമെന്നാണ് വിചാരിച്ചു. വെജിറ്റേറിയൻ ആയിട്ടുള്ള നല്ല ഹോട്ടലുകൾ മംഗലാപുരത്തുണ്ട്. അതെല്ലാം എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. പക്ഷേ ഹോട്ടലിൽ ചെന്ന് കഴിഞ്ഞാൽ കാണുന്ന അവസ്ഥ എന്ന് വെച്ചാൽ തൊട്ടടുത്താണ് എല്ലാവരും ഇരിക്കുന്നത്. കീപ് ഡിസ്റ്റൻസിങ് ഒന്നുമില്ല. നമ്മുടെ കേരളത്തിൽ പോലെ ഡിസ്റ്റൻസിങ് ഇരിക്കണ ഒരു പരിപാടി അവിടെ ഇല്ല. പിന്നെ മാസ്ക് വെക്കലും കുറച്ച് കുറവാണ്. അതുകൊണ്ട് അവിടുന്ന് പെട്ടെന്ന് സ്കൂട്ടായി വീട്ടിലോട്ട് എത്തി. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകണത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ കർക്കിടക മാസം തുടങ്ങാറായിട്ടോ. അപ്പോൾ ഇനി 2 ദിവസത്തിനുള്ളിൽ കർക്കിടക മാസം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ വീടുകളിൽ ചെയ്യണത് ഇനി കുറച്ച് ആയുർവേദപരമായിട്ടുള്ള ഡിഷുകളായിരിക്കും അല്ലേ. കഞ്ഞിയും നെയ്യും കൂടി കഴിക്കാറുണ്ട് വീട്ടിൽ. അതേപോലെ തന്നെ പ്രഭാത ഭക്ഷണത്തിന് നമ്മൾ ഒന്നരാടം നമ്മൾ വീട്ടിലുണ്ടാക്കാറുണ്ട്. എല്ലാ വർഷവും ഒന്നരാടം നമ്മൾ കഞ്ഞി ഉണ്ടാക്കി കൊടുക്കും. ഈ തണുപ്പത്ത് ആ ആയുർവേദപരമായ കഞ്ഞി അല്ലേ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡിഷാണ്. അതുമാത്രമല്ല നമ്മുടെ ആരോഗ്യത്തിനും കുറച്ചും കൂടി ഉന്മേഷമാണ്. അതുമാത്രമല്ല ഈ തണുപ്പത്ത് ആ ചൂടോടെ കഞ്ഞി കുടിക്കുമ്പില്ലേ നല്ല കിടിലൻ ടേസ്റ്റ് ആയിരിക്കുള്ളൂ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണത് എന്താണ് അതിന്റെ പേര്? ഉലുവാക്കഞ്ഞി. കൊങ്കണിയിൽ എന്താ പറയണത്? കൊങ്കണിയിൽ പറയണത് മെത്തിയെ പേജ് എന്നാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്താം. കർക്കിടക കഞ്ഞിക്കുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പരിചയപ്പെടുത്തുന്നത്. 200 ഗ്രാം പായസത്തിന്റെ പച്ചരി, 2 ടേബിൾ സ്പൂൺ ഉലുവ, പിന്നെ ശർക്കര, വെല്ലമാണ് എടുത്തിരിക്കുന്നത് 3 കഷ്ണം, പിന്നെ തേങ്ങാപ്പീര 1 കപ്പ്. ഇത്രയുമാണ് ഇന്നത്തെ റെസിപ്പിക്കുള്ള ഇൻഗ്രീഡിയൻസ്. ഗ്യാസ് എത്തിയതിനു ശേഷം നമ്മുടെ ഉലുവ ചീനച്ചട്ടിയിലോട്ട് ഇടണം. ചീനച്ചട്ടിയിലിട്ടിട്ട് നല്ലോണം അത് ഫ്രൈ ചെയ്തെടുക്കണം ആദ്യം അല്ലേ. ഫ്രൈ ചെയ്തതിന് ശേഷം പിന്നെ അരിയും ഉലുവയും കൂടി വേവിക്കാൻ വെക്കണം. ഓക്കെ. അപ്പോൾ നമുക്ക് അതിനെ ഉലുവ നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഉലുവ ഏകദേശം നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട്. നല്ലോണം പൊട്ടി തുടങ്ങി. നമ്മൾ കടുകൊക്കെ പൊട്ടുന്ന പോലെ തന്നെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഫ്രൈ ആയി അല്ലേ. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. നമ്മൾ ഉലുവ ഫ്രൈ ചെയ്ത് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമ്മളൊരു ചെറിയ അലൂമിനിയത്തിൻ്റെ പാത്രം വെച്ചതിന് ശേഷം അതിനകത്ത് 2 ഗ്ലാസ് വെള്ളം അല്ലേ, 1/2 ലിറ്റർ വെള്ളം അതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. കഴുകിയെടുത്തതിന് ശേഷം തിളച്ച് വന്ന വെള്ളത്തിലോട്ട് നമ്മൾ നമ്മുടെ പായസത്തിൻ്റെ അരി അതിനകത്തോട്ട് ആഡ് ചെയ്തു. അരി ഇട്ടതിന് ശേഷം നമുക്ക് അതേപോലെ ഉലുവയും അതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഇനി ഒരു അരമണിക്കൂറത്തേക്ക് അല്ലേ, ഒരു അരമണിക്കൂറത്തേക്ക് നമുക്കിത് വേവിക്കാൻ വേണ്ടി വെക്കണം. അതിനുശേഷം നമുക്ക് തേങ്ങാപ്പീര ഒന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മൾ അരമുറി തേങ്ങയല്ലേ എടുത്തത്? അരമുറി തേങ്ങയാണ് നമ്മൾ എടുത്തത്. പിന്നെ വേണ്ടി കുറച്ച് വെള്ളം അതിനകത്തോട്ട് ആഡ് ചെയ്യണം. നമ്മൾ നൈസായിട്ടാണ് ഇത് അരച്ചെടുത്തേക്കണത്. അപ്പോൾ ഒരു 1/2 അവറിൻ്റെ അടുത്തായി വേവിക്കാൻ വെച്ചിട്ട്. എന്താ അപ്പോൾ നമ്മുടെ അരിയും ഉലുവയും വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് ശർക്കര ആഡ് ചെയ്യണം. നമ്മൾ ശർക്കര അതേപോലെ ഉണ്ട് അതിനകത്തോട്ട് ആഡ് ചെയ്യണത്, പൊടിച്ചിട്ടൊന്നുമില്ല. നമ്മൾ പായസത്തിൻ്റെ അരിയും ഉലുവയും ശർക്കരയും ഇട്ട് നല്ലോണം ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. അതേപോലെ ഇനി നമുക്ക് ഇതിനകത്തോട്ട് തേങ്ങ അരപ്പ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. ശേഷം നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ചോട് തന്നെയാണ് തേങ്ങ. അപ്പോൾ നമ്മുടെ കർക്കിടക കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഉലുവാക്കഞ്ഞിയിൽ, അതായത് പായസം എന്ന് വേണമെങ്കിലും പറയാതിന്, ശർക്കര ആഡ് ചെയ്തു, അരി ആഡ് ചെയ്തു, ഉലുവ ആഡ് ചെയ്ത്, അപ്പോൾ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു പായസം തന്നെയാണ്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ഈ പായസത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ശർക്കര കഞ്ഞിയുടെ ഉള്ളിലിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യണം. ഒരു നുള്ള് കേട്ടോ, കുറച്ചെന്ന് വെച്ചാൽ ഒരു നുള്ള്. അതിനുശേഷം നല്ലോണം ഇളക്കിയെടുക്കുക. അതുകൊണ്ട് നമ്മുടെ കഞ്ഞി റെഡിയായി. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്തെടുക്കാം.
ഉലുവക്കഞ്ഞിയുടെ പൊക്കത്ത് കുറച്ച് നെയ്യും കൂടി നമ്മൾ ആഡ് ചെയ്യണമെങ്കിൽ നല്ല കിടിലൻ ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ നമ്മൾ പൊക്കത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾ ആരും കണ്ടില്ലെങ്കിൽ ഐക്കാർഡിൽ ലിങ്ക് തരാം, നിങ്ങൾ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് ഈ കഞ്ഞി ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് റിവ്യൂ പറയാം. നല്ല ചൂട്. അപ്പോൾ അതിൻ്റെ ഒക്കത്ത് നമ്മുടെ നെയ്യും കൂടി ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ഇല്ലേ നല്ല സ്വയംബൻ ടേസ്റ്റ് ആയിരിക്കുള്ളൂ. കഴിച്ചു നോക്കാം. അപ്പോൾ നല്ല സുഗന്ധം വരുന്നുണ്ട്. അതിനകത്ത് നെയ്യ് ഒഴിച്ചപ്പോഴാണ് അതിൻ്റെ ശരിക്കും കിടിലൻ ടേസ്റ്റ് ആയത്. അടിപൊളി ടേസ്റ്റാണ്. നമ്മൾ തേങ്ങ കുറച്ച് കൂടിപ്പോയി എന്ന ഡൗട്ടുണ്ട്. ആണോ? കറികളിൽ നമ്മൾ ഉലുവ ആഡ് ചെയ്യാറുണ്ട്, പക്ഷെ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടാറില്ല അല്ലേ? അപ്പോൾ ഉലുവയുടെ കഞ്ഞി നിങ്ങളും ടേസ്റ്റ് ചെയ്യട്ടാ. കിടിലൻ ടേസ്റ്റാണ്. കഴിക്കുന്നത് ചൂടോടെ കഴിക്കണം. ചൂടോടെ കഴിച്ചാലാണ് അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കേട്ടോ. കർക്കിടക മാസങ്ങളിൽ നമ്മൾ ചെയ്യണ കർക്കിടക കഞ്ഞി, ഉലുവാക്കഞ്ഞി, കൊങ്ങിണിയിൽ പറയണ മെറ്റിയെ പേജ് അല്ലേ? അപ്പോൾ നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. നിങ്ങളും വീട്ടിൽ ട്രൈ ചെയ്യുക. അതേപോലെ അതിനകത്ത് നമ്മൾ ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് നെയ്യും കൂടി അതിൻ്റെ പൊക്കത്തിട്ടതിന് ശേഷം ആ ചൂട് ആവി തന്നെ ഉണ്ടായിരുന്നില്ല, ആ ആവിയിൽ ചൂടോടെ കഴിക്കണം. അതേപോലെ ആ ആവിയിൽ ആ നെയ്യിട്ടതിൻ്റെ ആ സ്മെല്ലില്ലേ, നല്ല കിടിലൻ സ്മെല്ലായിരുന്നു. അതേപോലെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ നിങ്ങളും വീട്ടിൽ ഇത് ട്രൈ ചെയ്യുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് ബെല്ലൈക്കണം നോക്കി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് ചെയ്യാൻ വേണ്ടി പോകുന്ന കിടിലൻ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്രയും പെട്ടെന്ന് എത്തും. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.